Hello students, ഇന്ന് നമുക്ക് Reaching the Age of Adolescence എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. In the previous chapter, you have learned how animals reproduce. അപ്പോൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ്. അപ്പോൾ അതിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ആനിമൽസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. It is only after growing up to a certain age that human beings and many other animals can reproduce. അപ്പോൾ ഒരു സർട്ടൈൻ ഏജ് എത്തിയതിന് ശേഷമാണ് ഹ്യൂമൻ ബീയിങ്സിനും അതുപോലെയുള്ള എല്ലാ ആനിമൽസിനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. വൈ ക്യാൻ ഹ്യൂമൻസ് റീപ്രൊഡ്യൂസ് ഓൺലി ആഫ്റ്റർ എ സർട്ടൈൻ ഏജ്? എന്തുകൊണ്ടാണ് ഹ്യൂമൻസിന് ഒരു പ്രത്യേക സമയം വയസ്സ് കഴിഞ്ഞിട്ടേ റീപ്രൊഡക്ഷന് പറ്റൂ എന്ന് പറയുന്നത്? In this chapter, you will learn about changes that take place in the human body after which a person becomes capable of reproduction. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ബോഡിയിൽ ആ ഒരു സർട്ടൈൻ ഏജ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു ഹ്യൂമൻസ് റീപ്രൊഡക്ഷന് കേപ്പബിൾ ആവും. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. In chapter 9, you have learned about human reproductive organs. അപ്പോൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയാണ് പറയുന്നത്. Here we shall discuss the role that hormones play in bringing about changes that make a child grow into an adult. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഹോർമോൺസ് എന്തൊക്കെ റോളാണ് വഹിക്കുന്നത്, അപ്പോൾ ഹോർമോൺസ് ഒരു ചൈൽഡ് അഡൽട്ടായി മാറുന്നതിന് വേണ്ടി അവരിലുണ്ടാകുന്ന ചേഞ്ചസിന് വേണ്ടിയിട്ട് ഹോർമോൺസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഹോർമോൺസിൻ്റെ റോൾസ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം അഡോളസെൻസ് ആൻഡ് പ്യൂബർട്ടി. ഗ്രോത്ത് ബിഗിൻസ് ഫ്രം ദ ഡേ 1 ഈസ് ബോൺ. ഒരാൾ ജനിക്കുന്ന സമയം തൊട്ടേ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ബട്ട് അപ്പോൺ ക്രോസിംഗ് ദ ഏജ് ഓഫ് 10 or 11 there is a sudden spurt in growth which become noticeable. പക്ഷെ ഒരു 10-11 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് നടക്കും, പെട്ടെന്ന് തന്നെ വളരുന്ന നമുക്ക് അറിയാൻ സാധിക്കും. വിച്ച് ബിക്കം നോട്ടീസബിൾ. ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ബോഡി ആർ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. അപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് വലുതാകുമ്പോൾ വരെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ ഗ്രോയിങ് അപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ് ആണ്. ദേ ഇൻഡിക്കേറ്റ് ദാറ്റ്, എന്താണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്? ദേ ഇൻഡിക്കേറ്റ് ദാറ്റ് യു ആർ നോ ലോങ്ങർ എ ചൈൽഡ് ബട്ട് ആർ ഓൺ ദ വേ ടു ബിക്കമിങ് ആൻ അഡൾട്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ എന്താണ് പറയുന്നത്? നമ്മൾ ഒരു 10 വയസ്സ് മുതൽ ആ മാറ്റങ്ങൾ ഉണ്ടാവും. സഡനായിട്ട് നമുക്ക് വലിയ ഗ്രോത്ത് നടക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ എന്താ നമ്മളോട് പറയുന്നത്? നമ്മൾ നോ ലോങ്ങർ എ ചൈൽഡ്, നമ്മൾ ഒരു കുട്ടിയൊന്നുമല്ല, നമ്മൾ അഡൾട്ട് ആകാൻ വേണ്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രോവിങ് അപ്പ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. ഗ്രോവിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ദ പീരിയഡ് ഓഫ് ലൈഫ് വെൻ ദ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ് ലീഡിങ് ടു എ റീപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി ഈസ് കോൾഡ് അഡോളസെൻസ്. അപ്പോൾ അഡോളസെൻസ് എന്താണെന്ന് നോക്കാം. ദ പീരിയഡ് ഓഫ് ലൈഫ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. വെൻ ദ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ടാവും. ലീഡിങ് ടു റീപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി. ആ ചേഞ്ചസ് എല്ലാം എന്തിലേക്കാണ് നയിക്കുന്നത്? നമ്മൾ റീപ്രൊഡക്ഷന് കേപ്പബിൾ ആകുകയാണ്, നമുക്ക് റീപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി ഉണ്ടാവുകയാണ്. അതിലേക്ക് നയിക്കുന്ന ചേഞ്ചസ് ആണ്. അതിനെയാണ് നമ്മൾ അഡോളസെൻസ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തെ, ലൈഫിൻ്റെ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അഡോളസെൻസ് എന്ന് പറയുന്നത്. ദ പീരീഡ് ഓഫ് ലൈഫ് വെൻ ദ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ് ലീഡിങ് ടു റീപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി ഈസ് കോൾഡ് അഡോളസെൻസ്. ഇനി അഡോളസെൻസ് ബിഗിൻസ് അറൌണ്ട് ദ ഏജ് ഓഫ് 11 ആൻഡ് ലാസ്റ്റ് അപ് ടു 18 or 19 years ഓഫ് ഏജ്. അപ്പോൾ അഡോളസെൻസ് തുടങ്ങുന്നത് 11 വയസ്സ് ഒക്കെ ആകുമ്പോഴാണ്, അത് തീരുന്നത് 18-19 വയസ്സൊക്കെ ആകുമ്പോൾ അഡോളസെൻസ് എൻഡ് ആവും. അപ്പോൾ ആ ഒരു ഏജിനെയാണ് അഡോളസെൻസ് തുടങ്ങുന്ന ഏജ്, തീരുന്ന ഏജ്. അഡോളസെൻസിലുള്ള ആളുകളെ, അഡോളസെൻസിനെ നമ്മൾ ടീനേജേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇൻ ഗേൾസ് അഡോളസെൻസ് മേ ബിഗിൻ എ ഇയർ ഓർ 2 earlier than in boys. ഇപ്പോൾ ഗേൾസിൽ ബോയ്സിനെക്കാട്ടിലും കുറച്ചുകൂടി നേരത്തെയാണ് അഡോളസെൻസ് തുടങ്ങുന്നത്. ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ ഒക്കെയാണ് അഡോളസെൻസ് തുടങ്ങുന്നത്. ഓൾസോ ദ പീരീഡ് ഓഫ് അഡോളസെൻസ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ ആളുകളിൽ നിന്നും അവർ അഡോളസെൻസിലേക്ക് കടക്കുന്ന ആ ഒരു വയസ്സ്, ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. The human body undergoes several changes during adolescence. ഹ്യൂമൻ ബോഡിയിൽ അഡോളസെൻസിൻ്റെ സമയത്ത് ഒരുപാട് ചേഞ്ചസ് നടക്കും.
These changes marks the onset of puberty. Changes നമുക്ക് puberty ആകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. The most important change which marks puberty is that boys and girls become capable of reproduction. അപ്പോൾ ഈ ഒരു pubertyയിലെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബോയ്സും ഗേൾസിനും റീപ്രൊഡക്ഷന് കേപ്പബിൾ ആകും. അവർക്ക് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒരു കുഞ്ഞിനെ നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Puberty ends when an adolescent reaches reproductive maturity. ഒരു അഡോളസെൻസിന് റീപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി എത്തുമ്പോൾ അവിടെ puberty എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ചേഞ്ചസ് അറ്റ് puberty. ഇനി pubertyയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഹൈറ്റിൽ ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ദ മോസ്റ്റ് കോൺസ്പിക്കസ് ചേഞ്ച് ഡ്യൂറിങ് puberty ഈസ് ദ സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അപ്പോൾ pubertyയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൈറ്റ് വെക്കും. പെട്ടെന്നൊരു ഹൈറ്റിലൊരു വർധനം ഉണ്ടാവും. At this time, the long bones, that is the bones of the arms and the legs elongate and makes a person tall. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ആംസിൽ കൈകാലുകളിലെ ബോൺസിനെ ഇലോങ്ങേറ്റ് ചെയ്യുകയും പെട്ടെന്ന് ഹൈറ്റ് വെക്കുക, ആളുകൾക്ക് പെട്ടെന്ന് പൊക്കം വെക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു ഹൈറ്റിലുണ്ടാകുന്ന വ്യത്യാസം. അതായത് നമ്മൾ കുഞ്ഞായിരുന്നതെന്ന് ഒരു 10-11 വയസ്സൊക്കെ പെട്ടെന്ന് പിള്ളേർക്ക് പൊക്കമൊക്കെ വെച്ച് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്താണ്? ബോൺസ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഏജ് ഇൻ ഇയേഴ്സ്, ഓരോ വയസ്സിലും ബോയ്സിലും ഗേൾസിലും എത്രമാത്രം അവർക്ക് ആകെ വെക്കുന്ന ഹൈറ്റിൻ്റെ എത്ര ശതമാനം വളരും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 8 വയസ്സിൽ നോക്കുകയാണെങ്കിൽ ബോയ്സിൽ അവർക്ക് ടോട്ടൽ വരുന്ന ഹൈറ്റിൻ്റെ 72% അവർക്ക് 8 വയസ്സിൽ വരും. ഗേൾസിനാണെങ്കിൽ 77% 8 വയസ്സിൽ അവർക്ക് ആ ഒരു ഹൈറ്റ് വരും. അപ്പോൾ ഇവിടെ അങ്ങനെ 18 വയസ്സ് വരെയുള്ള ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ബോയ്സിൽ 100% ഹൈറ്റ് വരുന്നതും ഗേൾസിൽ 100% ഹൈറ്റ് ആവുന്നതും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവുമെന്ന് 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇക്വേഷനാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കാൽക്കുലേഷൻ ഫോർ ഫുൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ്. അതായത് നമുക്ക് 18 വയസ്സാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് 10-14 വയസ്സിനുള്ളിലായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊരു 18 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വരുമെന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ 75% ഹൈറ്റ് ബോയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 9 വയസ്സായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു 9 വയസ്സുള്ള കുട്ടിയുടെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. 9 വയസ്സുള്ള കുട്ടിക്ക് 75% ഹൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 75ൽ അയാൾക്ക് ഇപ്പോൾ ഉള്ളത് 120 ആണ്. അപ്പോൾ അവൻ്റെ 75% എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആ 120 സെൻറ്റിമീറ്ററിനെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 120/75 × 100 is equal to 160 സെൻറ്റിമീറ്റർ. അതായത് ആ ഒരു കുട്ടി 9 വയസ്സുള്ള ആ ഒരു കുട്ടി ഇപ്പോൾ 120 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള കുട്ടി 18 വയസ്സാകുമ്പോൾ അവന് ഏകദേശം 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുമെന്നാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ്ലി ആണ്, കറക്റ്റ് അങ്ങനെ വരണമെന്നല്ല, ഏകദേശം ആ ഒരു ഹൈറ്റ് വരുമെന്നാണ് ഇക്വേഷൻ പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് എത്രമാത്രം ഹൈറ്റ് വരുമെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനീഷ്യലി ഗേൾസ് ഗ്രോ ഫാസ്റ്റർ ദാൻ ബോയ്സ്, but by about 18 years of age both reach their maximum height. അപ്പോൾ ഇനീഷ്യലി തുടക്കത്തിൽ ഗേൾസിനായിരിക്കും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഹൈറ്റ് ഒക്കെ വെക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ബോയ്സിനും ഗേൾസിനും അവരുടെ മാക്സിമം ഹൈറ്റ് അവർക്ക് വരും. ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഹൈറ്റ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ. പക്ഷേ ഈ ഒരു ഹൈറ്റ് എത്രത്തോളം വെക്കും എന്നുള്ളത് ഓരോ ആളുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. സം മേ ഗ്രോ സഡൻലി, ചിലർ പെട്ടെന്ന് വളരാം. ആൻഡ് അറ്റ് പ്യൂബർട്ടിയുടെ സമയത്ത് അവർ പെട്ടെന്ന് വളരാം. ആൻഡ് ദെൻ സ്ലോ ഡൗൺ, എന്നിട്ട് അവരുടെ ഹൈറ്റ് പിന്നെ വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആകും. വൈൽ അതേഴ്സ് മേ ഗ്രോ ഗ്രാജുവലി, എന്ന് വേറെ ചിലർക്ക് പതിയെ ഹൈറ്റ് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചിലർക്ക് ഭയങ്കര ഹൈറ്റ് വെക്കും, പിന്നെ അവർക്ക് ഹൈറ്റ് ഒന്നുമില്ല, ചില ഹൈറ്റ് വെക്കത്തില്ല, ആ ഒരു ഹൈറ്റിൽ തന്നെ നിൽക്കും. ചിലർ പതിയെ ഹൈറ്റ് ഇല്ലാതെ വന്നിട്ട് പെട്ടെന്ന് വളരുന്ന പതിയെ അങ്ങനെ ഹൈറ്റ് വെച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഹൈറ്റിൻ്റെ വർധനമൊക്കെ ഓരോ ആളുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇനി all parts of the body do not grow at the same rate. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, all parts of the ബോഡിയുടെ എല്ലാ പാർട്സും ഒരേ റേറ്റിലല്ല വളരുന്നത്. സംടൈംസ് ദ ആംസ് ആൻഡ് ലെഗ്സ് ഓർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഓഫ് അഡോളസൻസ് ലുക്ക് ഓവർസൈസ്ഡ് ആൻഡ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ വിത്ത് ദ ബോഡി. ചില സമയം നമ്മൾ കുട്ടികൾ അഡോളസൻസിലുള്ളവരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആംസ്, ലെഗ്സ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വലുതായിട്ടിരിക്കുക, ഭയങ്കര നീളം വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും, ഓവർ സൈസ്ഡ് ആയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും.
പക്ഷെ ബോഡി വെച്ച് നോക്കുമ്പോഴത്തേനും ബോഡി ചെറുതായിരിക്കും, കൈക്കും കാലൊക്കെ നല്ല നീളം, അങ്ങനെ നമുക്കൊരു ഇത് തോന്നും. പക്ഷേ ബട്ട് സൂൺ ദ അതർ പാർട്സ് ക്യാച്ചപ്പ് ആൻഡ് റിസൾട്ട് ഇൻ എ പ്രൊപ്പോർഷനേറ്റ് ബോഡി. പക്ഷേ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേനൊക്കെ ശരിയായിട്ട് കറക്റ്റായിട്ടുള്ള ബോഡി വരും. You must have noticed that height of an individual is more or less similar to that of some family members. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സുമായിട്ടൊരു സിമിലാരിറ്റി കാണും. ദിസ് ഈസ് ബിക്കോസ് ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പേരൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് അത് തീരുമാനിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജീൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ പേരൻസിന് ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്കും ഹൈറ്റ് കുറയാനുള്ള സാധ്യതയാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈറ്റ് ഉള്ള പേരൻസ് ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് വെക്കാം. ഓക്കെ, അപ്പോൾ it is however very important to eat the right kind of food during these growing years. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. നമ്മൾ വളരുന്ന ഈ ഒരു സമയം, ഇപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് നടക്കുന്ന ഒരു സമയമാണ്. സോ നമ്മൾ കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. This helps the bones, muscles and other parts of the body get adequate nourishment for growth. അപ്പോൾ ഇത് എന്തിനൊക്കെ സഹായിക്കും? നമ്മുടെ ബോൺസിനെ, മസിൽസിനെ, അതുപോലെ തന്നെ മറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയെ അതിന് കറക്റ്റായിട്ടുള്ള നറിഷ്മെൻറ്റ്, ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടി സഹായിക്കും. വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടി സഹായിക്കും. യു വിൽ ഫൈൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് അഡോളസൻസ് ഡിസ്കസ് ലേറ്റർ ഇൻ ദ സെക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ അത് പഠിക്കും, എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആണ് ആദ്യം ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഹൈറ്റ് ബോയ്സിലും ഗേൾസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹൈറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പേരൻസിൽ നിന്ന് കിട്ടുന്ന ജീനിനെ അനുസരിച്ചിട്ടാണ് ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ചേഞ്ച് ഇൻ ബോഡി ഷേപ്പാണ് രണ്ടാമതുണ്ടാകുന്ന ചേഞ്ച്. ഹാവ് യു നോട്ടീസ് ദാറ്റ് ബോയ്സ് ഇൻ യുവർ ക്ലാസ് ഹാവ് ബ്രോഡർ ഷോൾഡേഴ്സ് ആൻഡ് വൈഡർ ചെസ്റ്റ് ദാൻ ബോയ്സ് ഇൻ ജൂനിയർ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരുടെ ചിലർക്കൊക്കെ നല്ല വീതിയുള്ള ഷോൾഡറും ഒക്കെ ആയിരിക്കും, വൈഡർ ചെസ്റ്റ് ഒക്കെ ആയിരിക്കും, വീതിയുള്ള ചെസ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മളെക്കാളും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ബോയ്സിനെക്കാട്ടിലും. ദിസ് ഈസ് ബിക്കോസ് ദേ ഹാവ് എൻറ്റേർഡ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി വെൻ ഷോൾഡേഴ്സ് ജനറലി ബ്രോഡൻ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രോത്ത്. അപ്പോൾ അവർ പ്യൂബർട്ടിയിൽ എത്തിക്കഴിയുമ്പം അവരുടെ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഷോൾഡേഴ്സിനൊക്കെ വീതി കൂടും. ഇൻ ഗേൾസ് ദ റീജിയൻ ബിലോ ദ വേസ്റ്റ് ബിക്കം വൈഡ്. ഗേൾസിനാണെങ്കിൽ അവരുടെ വേസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള റീജിയനാണ് കുറച്ചുകൂടെ വീതിയാകുന്നത്. ഇൻ ബോയ്സ് ദ മസിൽസ് ഓഫ് ദ ബോഡി ഗ്രോ മോർ പ്രൊമിനൻ്റ്ലി ദാൻ ഇൻ ദ ഗേൾസ്. ബോയ്സിൽ അവരുടെ മസിൽസ് ഒക്കെ ഗേൾസിനേക്കാൾ നമുക്ക് കൂടുതലായിട്ട് നന്നായിട്ട് വളരും. ദസ് ചേഞ്ചസ് ഒക്കേറിംഗ് ഇൻ അഡോളസെന്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അഡോളസെൻസിലുള്ള ബോയ്സിലും ഗേൾസിലും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതാണ് അപ്പോൾ ബോഡി ഷേപ്പിലുള്ള ചേഞ്ച് പറയുന്നത്. അപ്പോൾ ബോയ്സിനാണെങ്കിൽ അവരുടെ ഷോൾഡേഴ്സ് വീതി കൂടും, അതുപോലെ തന്നെ ചെസ്റ്റ് വീതി കൂടും. പക്ഷേ ഗേൾസിനാണെങ്കിൽ റീജിയൻ ബിലോ ദ വേസ്റ്റ് ബിക്കംസ് വൈഡർ. അവരുടെ വേസ്റ്റിന് തൊട്ട് താഴെയുള്ള റീജിയനാണ് വൈഡർ ആകുന്നത്. അപ്പം ബോയ്സിൽ മസിൽസിൻ്റെ ഗ്രോത്ത് കുറച്ചുകൂടി നമുക്ക് കാണാൻ സാധിക്കും ഗേൾസിനെക്കാട്ടിലും. അപ്പോൾ അതായത് ബോയ്സിലും ഗേൾസിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ഡിഫറെൻ്റ് ആണ്. ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിലും മനസ്സിലായെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.